വേഗം വരൂ, വേഗം വരൂ, നമുക്ക് പോകാം. ഞങ്ങൾ താമസിക്കുന്ന മോസ്കോസ്കി ഹോട്ടലിൻ്റെ ലോബിയിലൂടെ ഒരു സ്ത്രീ ഇതും വിളിച്ചു പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അവർ നമ്മുടെ കത്രീനയാണ്. ഇന്നലത്തെ ദിവസം മുഴുവൻ നമ്മളെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോയ ആ കത്രീന നമ്മുടെ സംഘത്തിലുള്ള ആളുകളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വരുന്നവരെ വിളിച്ചു കൂട്ടി ബസ്സിലേക്ക് നയിക്കുന്ന കാഴ്ചയാണിത്. വേഗം വരൂ, വേഗം വരൂ, നമുക്ക് പോകാം. മലയാളം പഠിച്ചിരിക്കുന്നു കത്രീന. ഒറ്റ ദിവസം കൊണ്ട് കത്രീന മലയാളം പഠിച്ചു. നമ്മളൊരു വാക്ക് പോലും റഷ്യൻ പഠിച്ചുമില്ല. കത്രീനയ്ക്ക് മനസ്സിലായി ഈ ടീമിനെ നയിക്കണമെങ്കിൽ അത്യാവശ്യം മലയാളം പഠിക്കണമെന്ന്. ഇന്നലെ നമ്മുടെ ടൂർ മാനേജർ സമീലിൻ്റെ അടുത്തു നിന്നോ നമ്മുടെ സംഘത്തിലെ ആരുടെ അടുത്തു നിന്നോ ഒക്കെ പഠിച്ചതാണ് കുറേ വാക്കുകൾ, മലയാളം വാക്കുകൾ. അതിന്ന് രാവിലെ തന്നെ പ്രയോഗം ആരംഭിച്ചിരിക്കുന്നു. വേഗം വരൂ, വേഗം വരൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ബസ്സിലേക്ക് നയിക്കുന്നു. രാവിലെ തന്നെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ഇനി തിരിച്ച് ഈ ഹോട്ടലിലേക്ക് വരുന്നില്ല. നമ്മളിനി മോസ്കോയിലേക്ക് യാത്രയാകുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കുറച്ച് കാഴ്ചകളുണ്ട്. സാധാരണ ധാരാളം ആളുകൾ റഷ്യയിലേക്ക് ടൂറുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ ടൂറുകളിലൊന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായൊരു ടൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. റഷ്യൻ മിലിറ്ററി ടൂർ. അതായത് റഷ്യയുടെ സൈനിക പരിശീലനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് പോയി നമ്മളുടെ സംഘത്തിലുള്ള ആളുകൾക്ക് ആ പരിശീലനം അനുഭവിക്കാനുള്ള അവസരം കിട്ടുകയാണ്. അതായത് പട്ടാളത്തിൻ്റെ ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, ഗ്രനേഡുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, തോക്കുകൾ, മൈനുകൾ, അതുപോലെ നിരവധി യുദ്ധോപകരണങ്ങൾ, ഇതൊക്കെ കാണാനും ഇതൊക്കെ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യാനുള്ള അവസരം. എന്തിനേറെ AK-47 നമുക്ക് വെടിവെപ്പ് പരിശീലനം കൂടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു ടൂറിൽ ഉൾപ്പെടുന്നതല്ല. നഗരമൊക്കെ പിന്നിട്ട് പിന്നെ 2 വരി മാത്രമുള്ള പാതയിലൂടെയായി, പിന്നെ ഒരു ഗ്രാമപാതയിലൂടെ തിരിഞ്ഞു പോവുകയായി, കുറേ ദൂരം ഓടി ഒരു കുന്ന് കയറുകയായി. കുന്ന് കയറി പോകുമ്പോൾ 2 വശത്തും പുൽമേടുകൾ, വനം പോലുള്ള ഭാഗങ്ങൾ, വിജനമായ പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ പണ്ടായിരിക്കുകയും ഇപ്പോൾ കൃഷിയൊക്കെ നിർത്തിപ്പോയി കാട് പിടിച്ചു പോവുകയും ചെയ്ത സ്ഥലങ്ങൾ, ചിലയിടത്ത് കുറച്ച് കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഒറ്റപ്പെട്ട വീടുകൾ, അങ്ങനെ തനി ഗ്രാമീണ റഷ്യൻ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഓടുന്നത്. അപ്പോഴത്തേക്കും റോഡെല്ലാം തീരെ മോശമായി, ടാറ് ഒന്നുമില്ല, മൺറോഡ് തന്നെ. പക്ഷേ ഈ മൺറോഡിൽ തന്നെ ചെളിക്കുളങ്ങളായി കിടക്കുന്ന ഭാഗങ്ങൾ. ഇതിലൂടെയൊക്കെ ഈ ബസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടിക്കുമ്പോൾ ഈ ഡ്രൈവർ അവിടെ ഇരുന്ന് റഷ്യൻ ഭാഷയിൽ നല്ല തെറി പറയുന്നുണ്ട്. അപ്പോൾ ഈ കത്രീന മുമ്പിലായിരിക്കുന്നത്. കത്രീന ഇയാളുമായിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കുക, സാരമില്ല, നമ്മൾ ഇപ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡ്രൈവറെ ആശ്വസിപ്പിക്കുന്നുണ്ട്. റഷ്യൻ തെറികൾ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ സമയം കിട്ടിയില്ല. കുറേ ദൂരം കൂടി ഓടി ചെല്ലുമ്പോഴത്തേക്കും, കുറച്ച് ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും ഒരു പട്ടാള കേന്ദ്രത്തിൻ്റെ ഒരു ഫീല് തരുന്ന കാഴ്ചകൾ കണ്ടു തുടങ്ങി. കുറേയേറെ പട്ടാള കൂടാരങ്ങൾ, അതുപോലെ തന്നെ പട്ടാള വാഹനങ്ങൾ പലയിടത്തായിട്ട് നിരത്തിയിട്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു വാച്ച് ടവർ, പിന്നെ വിസ്തൃതമായൊരു പറമ്പാണ്. അതിലൂടെ കുറേ ദൂരം ഓടി കുറേ പട്ടാളക്കാർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥലത്ത് വലിയൊരു ടെൻറ്റൊക്കെയുള്ള വലിയ കൂടാരങ്ങളും വലിയ പന്തലും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ബസ് കൊണ്ടുപോയി നിർത്തി. പട്ടാള ഉദ്യോഗസ്ഥരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇപ്പോൾ സർവീസിലുള്ള പട്ടാളക്കാരല്ല, ഇവർ റിട്ടയറായ ആളുകളാണ്. ഈ റിട്ടയറായ ആളുകൾ അവരുടെ പഴയ റഷ്യൻ യുദ്ധോപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ പഴയ യൂണിഫോമിൽ തന്നെ നിന്ന് അവർ പട്ടാള പരിശീലനം നേടിയ കാലത്തിൻ്റെ ആ അനുഭവങ്ങൾ നമുക്കും പങ്കുവയ്ക്കുകയാണ്. അല്ലെങ്കിൽ പട്ടാള സർവീസിലുണ്ടായിരുന്ന കാലത്ത് അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഇന്ന് അവിടുത്തെ ഒരു ടൂറായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അധികം ആളുകളൊന്നും ചെല്ലുന്നില്ല. നമ്മളെപ്പോലെ ഇതറിയുന്ന, ഇത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി അവിടെ എത്തുന്ന ചില ടൂറുകൾ മാത്രമേ അവിടേക്ക് ചെല്ലുന്നുള്ളൂ. ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ആദ്യം കത്രീനയും ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ കുറേ സംസാരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിക്കുന്നു. ഒടുവിൽ ഞങ്ങളെല്ലാം ഇവർക്ക് ചുറ്റും കൂടി നിൽക്കുമ്പോൾ കത്രീന ഈ ഉദ്യോഗസ്ഥൻ പട്ടാള ഓഫീസർ പറഞ്ഞ വിവരങ്ങൾ ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു. അതായത് നമ്മൾ ആദ്യം പോയി യൂണിഫോം ധരിക്കണം. ആദ്യം യൂണിഫോം മാറാൻ വിടുന്നു. അതുവരെ വലിയ ആത്മവിശ്വാസം ഇല്ലാത്തവരും ഈ യൂണിഫോമൊക്കെ ധരിച്ചതോടുകൂടി വീരന്മാരായി എന്നുള്ളൊരു തോന്നലോടുകൂടി ഇറങ്ങി വരുന്നു. ഫോട്ടോയൊക്കെ എടുക്കുന്നു. അടുത്തത് ആയുധങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ടെൻറ്റിലേക്ക് കൊണ്ടുപോകണം. അവിടെ പലതരം തോക്കുകൾ ആദ്യം കാണുന്നത്. AK-47 ഉണ്ട്, മെഷീൻ ഗണ്ണുണ്ട്. മെഷീൻ ഗണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ചങ്ങല പോലെ വെടിയുണ്ട ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഒരു സാധനത്തിൽ ഇങ്ങനെ കൊളുത്തിയിട്ടിരിക്കുകയാണ് വെടിയുണ്ടകൾ. അതിൻ്റെ ഒരറ്റം ഇങ്ങനെ ഇതിലേക്ക് കയറ്റി ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വെടിവെക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വെടിയുണ്ട ഈ ചങ്ങലയിലൂടെ ഈ തോക്കിനകത്തേക്ക് കയറി വന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. മെഷീൻ ഗണ്ണ്. അപ്പോൾ അത് വീണ്ടും ഇതിനകത്ത് ഉണ്ട തീരുന്നതനുസരിച്ച് ഇതിനകത്ത് ഈ ചങ്ങലയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെൽറ്റിൽ അത് കൊരുത്തിടാം. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗ്രനേഡ് ഒരു ചെറിയ ബോംബ് തന്നെയാണ്. അതിൻ്റെ ഫ്യൂസ് ഊരി എറിഞ്ഞാൽ അത് ചെന്ന് പൊട്ടും. അത്
ചെറിയ ഗ്രൂപ്പിലുള്ള ആളുകളെ അല്ലെങ്കിൽ ചെറിയ ഒരു സംഘം ശത്രുക്കളെയൊക്കെ നേരിടാനുള്ള സാധനങ്ങൾ. പിന്നെ മൈന് നിലത്ത് കുഴിച്ചിടുന്നു. അതായത് ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അതിൻ്റെ അതിർത്തിയിലേക്ക് ശത്രു വാഹനങ്ങളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടി മൈന് കുഴിച്ചിടും. ഈ മൈനേൽ വാഹനങ്ങളോ മനുഷ്യരോ പോലും കയറി ചവിട്ടുകയോ പ്രഷർ താഴേക്ക് ചെല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകും. പിന്നെ ആ കാലെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഭാരം റിലീസാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു സിസ്റ്റം. അപ്പം മൈനുകൾ, പിന്നെ റോക്കറ്റ് ലോഞ്ചറുകൾ, നമ്മൾ തോളെ വെച്ചിട്ട് ചെറിയ റോക്കറ്റ് അതിനകത്ത് ഇട്ടിട്ട് തൊടുത്തു വിടുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ. ഇങ്ങനെ പട്ടാളത്തിൽ, റഷ്യൻ പട്ടാളം ഉപയോഗിക്കുന്ന സാധാരണഗതിയിലുള്ള ആയുധങ്ങളെല്ലാം, മിസൈൽ അതുപോലുള്ള ലേറ്റസ്റ്റ് ഒന്നുമില്ല, ഇതെല്ലാം പരിചയപ്പെടുത്തുന്നു, കാണിക്കുന്നു. അടുത്തത് പിന്നെ വീണ്ടും നമ്മളെ മറ്റൊരു ടെൻറ്റിലേക്ക് കൊണ്ടുപോകണം. അടുത്തത് ചെല്ലുന്നിടത്ത് ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു AK-47 വെച്ചിട്ടുണ്ട്. 1-2 എണ്ണം ഉണ്ട്. അത് നമുക്ക് അതിനെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ സ്പ്രിങ് ഉൾപ്പെടെ ഇത് ഊരിയെടുക്കാം. വളരെ എളുപ്പമാണ്. സ്ക്രൂ ഒന്നും അഴിക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാൽ ചില ലിവറൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പീസാവും. എന്നിട്ട് തിരിച്ച് അതുപടി നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. അതാണ് എക്സസൈസ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള അഖില എന്ന് പറഞ്ഞ പെങ്കൊച്ച് പോലും ഭംഗിയായിട്ട് ആ പണിയൊക്കെ ചെയ്തു. നമുക്ക് ഇച്ചിരി മിടുക്ക് കൂടിപ്പോയി എന്നൊരു പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. നമ്മുടെ കൂടെയുള്ള ഒരു വിദ്വാൻ ഇത് അഴിച്ചഴിച്ച് വന്നപ്പം ഇതിനകത്ത് അഴിക്കാൻ പാടില്ലാത്തൊരു ഭാഗം കൂടെ അഴിച്ചു. പട്ടാളക്കാർ അന്തം വിട്ടുപോയി. അവരുടെ ജീവിതത്തിൽ ആ ഭാഗം അഴിച്ച് കണ്ടിട്ടില്ല. തിരിച്ചിത് കൂട്ടാൻ പറ്റാതായി. പട്ടാളക്കാർ പിന്നെ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ തോക്കിൻ്റെ അത് തിരിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ ഒരു തോക്ക് ഉപയോഗശൂന്യമാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പിന്നെയാണ് നമ്മളെ വെടിവയ്പ്പ് പരിശീലനത്തിന് കൊണ്ടുപോകുന്നത്. അതും 10 പേര് ചേർന്ന് വലിയൊരു ടെൻറ്റാണ്. ആ ടെൻറ്റിനകത്തേക്ക് കയറുക. ഇതിനകത്തൊക്കെ കയറുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് തരും. പട്ടാളക്കാർ ധരിക്കുന്ന ആ ഉരുക്ക് ഹെൽമെറ്റ്, പ്ലസ് ഐവെയർ ഉണ്ട്, കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഐവെയർ, പിന്നെ ഒരു ഹെഡ്ഫോൺ പോലെ ചെവി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടുമ്പോൾ വലിയ പടക്കം പൊട്ടുന്ന പോലത്തെ ശബ്ദമാണ് ഈ വെടിവെക്കുമ്പോൾ. അതിൽ 2 തോക്കാണ് അവിടെയുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ. അതിൽ ഒരു തോക്കിൽ സൈലൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. ആ സൈലൻസർ പിടിപ്പിച്ചതിന് വലിയ ശബ്ദമില്ല. സൈലൻസർ പിടിപ്പിക്കാത്തത് ശരിക്കും പറഞ്ഞാൽ വെടിവെക്കുന്ന ശബ്ദം തന്നെയാണ്. കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഓഫീസർ വന്ന് പറഞ്ഞു തരും. അപ്പോൾ കത്രീന ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതായത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാന കാര്യം, ഇത് ഏറ്റവും അപകടം പിടിച്ചൊരു ഭാഗമാണ്. ഈ വെടിയുണ്ട നമ്മുടെ നേരെ തുളച്ച് കയറും എന്നുള്ളതല്ല. നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഒരു ഭാഗം തുറന്നാണ് ഇരിക്കുന്നത്, വലിയൊരു പറമ്പിലേക്ക്. അങ്ങോട്ട് തിരിഞ്ഞാണ് നമ്മൾ വെടിവെക്കുന്നത്. അപ്പോൾ വെടിവെക്കുമ്പോൾ ഏറ്റവും പ്രധാന കാര്യം, ഇതിനകത്തുനിന്ന് ഷെല്ല് തെറിച്ച് വരും. ഉണ്ട പൊട്ടി നേരെ തെറിച്ച് പോകുമ്പോൾ ഈ ഷെല്ലിനകത്താണ് വെടിയുണ്ടയും അതിനെ ട്രിഗർ ചെയ്യുന്ന മരുന്നും ഒക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വെടിവെക്കുമ്പോൾ ഇത് പോയി ഒരു ഹാമർ, ഒരു ചുറ്റിക പോയി ഇടിച്ച് അകത്തൊരു സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തിലാണ് വെടിയുണ്ട ഇതിൽ നിന്ന് തെറിച്ച് പോകുന്നത്. ആ സ്ഫോടനത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ ആ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ ഈ മരുന്നൊക്കെ ഇരിക്കുന്നൊരു ഭാഗം പുറത്തേക്ക് ഓരോ വെടിയും വെച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് തെറിക്കും. ഈ തെറിക്കുന്നത് അടുത്ത് നിൽക്കുന്ന ആളുടെ മേത്തൊന്നും കൊള്ളാം. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് ആളുകൾ മാറി നിൽക്കണം, അവിടെ നിൽക്കാൻ പാടില്ല. കൂടാതെ ഇത് തലയിലൊക്കെ കണ്ണിലൊക്കെ കൊള്ളാതിരിക്കാനായിട്ടാണ് ഈ കണ്ണിന് ഐവെയറും ഹെൽമെറ്റും ഒക്കെ ധരിക്കുന്നത്. കൂടാതെ ഇത് പൊട്ടുന്ന ശബ്ദം നമ്മൾ 10 എണ്ണം പൊട്ടിക്കണമല്ലോ. പൊട്ടിക്കുമ്പം നല്ല ശബ്ദമാണ്, അത് നമ്മുടെ ചെവി തന്നെ അടഞ്ഞു പോകും. അങ്ങനെ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. ആദ്യത്തെ ജോലി, നമ്മൾ ഈ മാഗസിൻ നിറയ്ക്കണം. നമുക്ക് ഓരോരുത്തർക്കും 10 ഉണ്ട വീതം തരും. എന്നിട്ട് ഈ 10 ഉണ്ട അതിൻ്റെ മാഗസിനുണ്ട്. അതായത് ഈ ഉണ്ട നിറച്ച് വെക്കുന്ന ഭാഗത്തിനാണ് ഈ മാഗസിൻ എന്ന് പറയുന്നത്. അതതിനകത്ത് സ്പ്രിങ്ങാണ്. അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് തള്ളി കയറ്റി വെക്കണം. അത് നമ്മൾ തന്നെ ചെയ്യണം. ആദ്യത്തെ 2 എണ്ണം അവർ ചെയ്ത് കാണിച്ചു തരും. പിന്നെ ബാക്കി 8 എണ്ണം നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. ഞാനും അത് ചെയ്തു, എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് അത് ഈ AK-47 തോക്കയിൽ ലോഡ് ചെയ്യണം. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ പൊസിഷൻ ചെയ്യണം, എങ്ങനെ പിടിക്കണം തോക്ക്. ഈ തോക്ക് എന്ന് പറയുമ്പം വെടിവെക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഇത് ഒരു വെടി പൊട്ടി ഉണ്ട നേരെ മുമ്പോട്ട് കുതിക്കുമ്പം ഈ തോക്ക് പുറകോട്ട് വലിയൊരു കുതിപ്പ് കുതിക്കും. നമുക്കറിയാമല്ലോ, ഏത് സാധനം മുമ്പോട്ട് വലിയ ശക്തിയിൽ മുമ്പോട്ട് കുതിക്കുമ്പോൾ അതിന് എതിർ ദിശയിലൊരു ചലനം ഉണ്ടാകും. അപ്പോൾ ആ തോക്ക് നമ്മൾ എങ്ങനെയാണ് ലൂസായിട്ട് പിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വന്ന് ഇടിക്കും തോക്ക്, അത് പരിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം വെടിവെക്കാൻ. അപ്പോഴും നമുക്കിട്ടൊരു ഇടി കിട്ടും നെഞ്ചിട്ട്. പക്ഷേ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഇടിയുടെ അളവ് കുറയും. ഇച്ചിരി അകത്തി പിടിച്ചാൽ ടക്കെന്ന് വന്ന് ഇടിക്കും, പരിക്ക് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പിടിക്കണം എന്നൊക്കെ പരിശീലിപ്പിക്കുന്നു. അതിനുശേഷം വെടിവെക്കാം. ഞങ്ങളുടെ കൂടെ തന്നെ വീട്ടിൽ തോക്കുള്ളൊരു വിദ്വാനുണ്ടായിരുന്നു. മൂപ്പരെ ആദ്യം ധൈര്യപൂർവ്വം കയറിയിട്ട് പറഞ്ഞ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, പിന്നെ ഇതുവരെ തോക്ക് ഉപയോഗിക്കാത്തവർക്ക് ഒരു ധൈര്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് മൂപ്പര് കയറി തോക്ക് മേടിച്ചു, പടപടപടയെന്ന് വെടിവെച്ചു. ഈ 10 എണ്ണം തീർന്നു അറിഞ്ഞില്ല. ഏതായാലും ഞാനും അവസാനത്തെ ആളായിട്ട് പോയി വെടിവെച്ചു. ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു AK-47 കൈകൊണ്ട് തൊടുന്നത് പോലും, അല്ലെങ്കിൽ അതിൽ വെടിവെക്കുന്നത് പോലും. കാരണം ഇത്രയും ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചെങ്കിലും ഈ അനുഭവം, ഒരു മിലിറ്ററി ടൂർ എന്ന് പറയുന്നത് എൻ്റെയും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. അപ്പം നമ്മളുടെ ടൂറുകളിൽ
മനുഷ്യൻ ഇതുവരെ സ്വന്തം നാട്ടിൽ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളെ അനുഭവിപ്പിക്കുക. ഭക്ഷണമാവട്ടെ, കാണുന്ന കാഴ്ചകളാവട്ടെ, ജീവിത രീതിയാവട്ടെ, ഇതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മടങ്ങുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ വ്യത്യസ്തതകളെ അനുഭവിച്ചിട്ട് തിരിച്ചു പോവുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ നാളെ ഒരു സിനിമ കാണുമ്പോഴോ ഒരു നോവൽ വായിക്കുമ്പോഴോ ഒക്കെ ഒരു പട്ടാളക്കാരൻ വെടിവെക്കുമ്പം ബാക്ക് ഫയർ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ അനുഭവത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണ്ടേ? അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ്റെ യുദ്ധമന്യയുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, അവൻ ധരിക്കുന്ന യൂണിഫോമിൽ 1 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് അവനെടുത്ത തോക്കിനെ കുറച്ച് നേരമെങ്കിലും ഉയർത്തിപ്പിടിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ കൊണ്ടു നടക്കുന്ന ഗ്രനേഡിനെയും റോക്കറ്റ് ലോഞ്ചറിനെയും ഒന്ന് ഉയർത്തിയിട്ട് അതിൻ്റെ ഭാരം അറിയുമ്പോഴല്ലേ അവൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം എത്രയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരം ജീവിതാനുഭവങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ യാത്രകൾ ഒരു വിജയമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരത്തിൻ്റെ ഇത്തരം ടൂറുകളിൽ എപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കും. വെടിവെപ്പ് കഴിഞ്ഞു, ആർമേഡ് വെഹിക്കിൾസിനകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു സംഘം വന്ന് നിൽക്കുന്നു. പട്ടാളക്കാർ ചെന്ന് അതിൻ്റെ വാതിൽ ഉരുക്ക് ചട്ട പോലത്തെ വാതിൽ തുറക്കുന്നു. അത് ചെറിയൊരു ജനലിൻ്റെ അത്ര കുഞ്ഞ് വാതിലാണ്. അതിനകത്തോട്ടൊരു മനുഷ്യന് കയറാനും ഇറങ്ങാനും പറ്റുമോ നമുക്ക് സംശയം. നോക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ 6 അടിക്കാരൊക്കെ പയ്യെ ചുരുണ്ട് കൂടി അതിനകത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ച ഒരു അത്ഭുതമാണ്. ഇറങ്ങി വരുന്നു, എന്നിട്ടൊന്ന് നിവർന്ന് നിൽക്കുന്നു. അപ്പോൾ മുകളിലത്തെ മൂടി തുറന്നു, അവിടെയും കൂടെ 2 പേർ ഇറങ്ങി വരുന്നു. അപ്പോൾ അങ്ങനെ മുകളിൽ കൂടെ ചാടി വരാം, ഇടയ്ക്കുള്ള പൊത്തി കൂടെ ഇറങ്ങി വരാം. ഈ ഡോറിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്തറിയോ, ഉരുക്കിൻ്റെ ഡോറുകളാണ്, ഒരു മയവും ഇല്ല. അതിൽ റബ്ബറിൻ്റെ ഒരു അംശമോ സ്പോഞ്ചിൻ്റെ അംശമോ ഒന്നുമില്ല. അപ്പോൾ ഇറങ്ങിയവർ വലിയൊരു ആശ്വാസത്തോടെ പുറത്തിറങ്ങി ഒന്ന് നെടുവേർപ്പെടുന്നു. അടുത്തത് നമ്മളകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ ആദ്യം കയറുന്നു. കയറി അകത്ത് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അകത്തെ കാഴ്ച മനസ്സിലാക്കുന്നത്. കുറേ ഉരുക്കിൻ്റെ കുറേ സാധനങ്ങളെല്ലാം നിരന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലും നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പട്ടാളക്കാരന് വേണ്ടി ഉണ്ടാക്കുന്ന വാഹനങ്ങളോ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആയുധങ്ങളോ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫെസിലിറ്റികളോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, അവരെ ഒരു മനുഷ്യരായിട്ടൊന്നും ആരും കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുഷിനുള്ളൊരു കസേരയില്ല. ഇരിക്കുന്നതും ചാരിയിരിക്കുന്നതൊക്കെ നമ്മളൊക്കെ പോയി ചാരിയിരിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ പലയിടവും കൊള്ളും. കയറുന്ന വാതിലിൽ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ ശരീരം അവിടെ എവിടെയും മുട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഉരുക്കിൻ്റെ മൂർത്ത ഭാഗങ്ങളിലൂടെ നമ്മൾ അകത്തേക്ക് കയറുന്നത്. ശരീരം ഒന്ന് മുട്ടിയാൽ നന്നായിട്ട് വേദനിക്കും. തല എല്ലാവരുടെയും ഇടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ, കാരണം കുഞ്ഞു വാതിലൂടെയാണ് കയറുന്നത്. പക്ഷേ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അല്ലാതെ പലരുടെയും തല പൊട്ടിയാനെ. അകത്ത് കയറിയവർ ആദ്യം കണ്ട സീറ്റിലൊക്കെ ഇരുന്നു. അപ്പോൾ പിന്നെ വരുന്നവർക്ക് കയറാൻ പറ്റാതായി. ഉടനെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അകത്ത് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അതിനകത്ത് നൂർന്ന് വയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെ കുനിഞ്ഞു കൂടി ചുരുണ്ട് കൂടി വേണം ഇതിനകത്ത് നടക്കാൻ. വളരെ ചെറിയ സ്പേസേ ഉള്ളൂ. അങ്ങനെ 10 പേരെ ഇതിനകത്ത് കുത്തി നിറച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശ്വാസം പോലും വിടാൻ പറ്റാതിരിക്കുക. അപ്പോഴത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്ന്, ഒരു പട്ടാളക്കാരൻ വന്ന് വാതിലങ്ങ് ആഞ്ഞടച്ചു. ഉരുക്കിൻ്റെ ഒരു വാതിലടഞ്ഞു. ഉരുക്കിൻ്റെ ഒരു പെട്ടിക്കകത്ത്, അതകം കൃത്യമായ ചതുരമൊന്നുമല്ല, ഷേപ്പില്ലാത്ത പല സാധനങ്ങൾ പല സ്ഥലത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വികൃതമായ ഉൾഭാഗമാണ് അതിനകം. പലയിടത്തുനിന്നും പല വസ്തുക്കൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു, തള്ളി നിൽക്കുന്നു. ചിലയിടത്ത് തല സൂക്ഷിച്ചില്ലേ തലയിടിക്കും, ചിലയിടത്ത് ചുവരുകൾ മുട്ടും. ഏതായാലും ഇതിനകത്ത് കയറി വണ്ടി ഓടാൻ തുടങ്ങിയപ്പോൾ അതിലേറെ ദുരിതം. ഇതിന് ഷോക്ക് അബ്സോർവർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉള്ളൊരു വണ്ടിയൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എടുത്തടിച്ച് മറിച്ച് അലക്കി നമ്മളൊരു റോളർ കോസ്റ്ററിൽ യാത്ര ചെയ്യുന്ന പറഞ്ഞ പോലെയാണ്. ഈ വണ്ടിക്ക് റോഡൊന്നും വേണമെന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ, ഇത്ര യുദ്ധവാഹനങ്ങൾ പോകുന്ന കയ്യാലെയൊക്കെ കയറി ഇറങ്ങിയൊക്കെയാണ്. ഇവനങ്ങനെ അങ്ങ് വിടുകയാണ് ഡ്രൈവർ. നമ്മളിങ്ങനെ കിടന്നോ ആടി ഒലയാണ്. എനിക്കുള്ളൊരു പ്രശ്നം എന്നറിയാമോ, ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കണം, മറ്റേ കൈ കൊണ്ടാണ്, ഇടത് കൈ കൊണ്ടാണ് ഇത് പിടിച്ചിരിക്കുന്ന ആകപ്പാടെ. അത് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല. ഒടുവിൽ എൻ്റെ കൂടെ ഇരുന്ന ആരോ എന്നെ മറിയാതെ തള്ളി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. 2 കൈ കൊണ്ടും പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് പലരും. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം ഇതിലൂടെയൊക്കെ ഓടി. ഇതിലേ പോയെന്ന് ആർക്കും അറിയില്ല. കാരണം ഇതിന് 2-3 ചെറിയ പൊത്തുകളേ ഉള്ളൂ. ഇത്രയും വട്ടമുള്ള 2-3 പൊത്തുകളാണ് പുറത്തേക്കുള്ള കാഴ്ച. അതാകെപ്പാടെ 2-3 പേർക്ക് അതിന് പുറത്തേക്കുള്ള കാഴ്ച കാണുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ ഇരുട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുക. വലിയ എരമ്പലോടുകൂടി ഈ സാധനം ഓടുകയാണ്. കൂട്ടിയിടിക്കുന്നുണ്ട് ആളുകൾ തമ്മിൽ. ആ തകിടുകളിൽ പോയി ഇടിക്കുന്നുണ്ട്, മുകളിലും താഴെയും പോയി ഇടിക്കുന്നുണ്ട്. അങ്ങനെ ആടി ഒലഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതിയെന്നായി. ഒടുവിൽ 15 മിനിറ്റ് ഓട്ടം കഴിഞ്ഞ് വണ്ടി കൊണ്ട് നിർത്തുമ്പോഴത്തേക്കും വലിയൊരു ആശ്വാസത്തിൻ്റെ നിശ്വാസം. പിന്നെ ഇതിനകത്ത് ഇറങ്ങലാണ് ചടങ്ങ്. നമ്മളൊരു ഒരു പെട്ടിക്കകത്തായി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ ഇടുങ്ങിയ സ്ഥലത്ത് മാനസിക പ്രശ്നം ഉണ്ടാകുന്നത്. അതുള്ളവരിനകത്ത് കയറിയ ഉറപ്പാണ് ഭ്രാന്ത് പിടിച്ചിരിക്കും. ഏതായാലും വാതിൽ തുറന്നു തന്നു. ഞാൻ തന്നെ ആ വാതിലിൻ്റെ ഒരിടത്ത് ഇരുന്നെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ളൊരു ആശ്വാസം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ദിവസങ്ങളോളം ഇതിനകത്ത് യാത്ര ചെയ്ത് യുദ്ധം ചെയ്ത പട്ടാളക്കാർ 2ാം ലോകമഹായുദ്ധകാലത്ത്, പിന്നീടുള്ള പല യുദ്ധകാലത്ത്, ഇപ്പോൾ എന്തിനേറെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും. അപ്പോൾ ഇതല്ലേ ഒരു പട്ടാളക്കാരൻ്റെ യഥാർത്ഥ ജീവിതം.
ഇവിടെയൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പട്ടാള ജീവിതം ഇവിടെ, യഥാർത്ഥ ജീവിതം ഇവിടെ. ശരിക്കും പട്ടാളക്കാരെ നമ്മൾ നമിച്ചു പോകും. അവരനുഭവിക്കുന്ന യാതന, ദുരിതം, ദുരന്തം ഒക്കെ. അവസാനമായിട്ട് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഈ പട്ടാളക്കാർ തന്നെ അവരുടെ ഒരു ആക്രമണം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അതായത് ഒരു ശത്രുവിൻ്റെ ക്യാമ്പിനെ ഇവർ വളഞ്ഞാക്രമിക്കുന്നത് എങ്ങനെയാണെന്ന്. തോക്കുമായിട്ട് പോയി ഈ ക്യാമ്പിലൂടെ ഒരു ശത്രു ക്യാമ്പിനെ ആക്രമിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവർ പോകുന്നു, വെടിവെക്കുന്നു, അവരെ ആക്രമിക്കുന്നു, കീഴടക്കുന്നു. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ കാണിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മടങ്ങാനുള്ള സമയമാകുന്നു. ബസ്സിൽ കയറി ഞങ്ങൾ മടക്കയാത്രയാണ്. ഈ മടക്കയാത്രയിലാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ സംഘാംഗങ്ങൾക്ക് ഇത് എത്ര എക്സൈറ്റിംഗ് ആയിരുന്നു ഈ അനുഭവം എന്നുള്ളത്. ആളുകൾക്ക് കഥ പറഞ്ഞിട്ട് തീരുന്നില്ല. ഞങ്ങളുടെ കൂടെ പത്തനംതിട്ട എന്നുള്ള ഒരു ആൻറ്റിയും ഒരു അങ്കിളും ഉണ്ട്. ഏറ്റവും പ്രായം കൂടിയത് അവരാണ്. ആ ആൻറ്റി ഈ പറഞ്ഞ ഈ കവചിത വാഹനത്തിലെ യാത്രയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്രേ. ആൻറ്റി ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എവിടെ യൂണിഫോം എന്ന് ചോദിച്ചിട്ടാണ് ചെന്നത്. യൂണിഫോമൊക്കെ ധരിച്ച്, ആൻറ്റി ഇത്രയേ ഉള്ളൂ, പക്ഷേ ആ യൂണിഫോമൊക്കെ ധരിച്ച് വെടിവെച്ചു, കവചിത വാഹനത്തിൽ ഓടി. ഇവർ ഓരോരുത്തർക്കും ആ പട്ടാള അനുഭവം ഈ യാത്രയിൽ ഏറ്റവും അവിസ്മരണീയമായ ഓർമ്മകളായിട്ട് മനസ്സിലുണ്ടെന്ന് അവരൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഈ യാത്ര സാർത്ഥകമായെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ഒരു തിരഞ്ഞെടുപ്പ്, ഇങ്ങനൊരു മിലിറ്ററി ടൂറും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഗംഭീരമായി തോന്നി. അപ്പോൾ നമ്മളുടെ സഞ്ചാരത്തിൻ്റെ ടൂറുകളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളോട് ഉൾപ്പെടുത്താൻ നമ്മളെപ്പോഴും ശ്രമിക്കും. അങ്ങനെ നമ്മൾ മടങ്ങുകയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്. ഉച്ചയായല്ലോ, അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മിച്ചം ഓടണം. അങ്ങനെ ഓടി വരുമ്പോൾ കത്രീനയോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ റഷ്യൻ ജീവിതം? അപ്പോൾ ഈ കത്രീനയൊക്കെ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് വളർന്ന ഒരു സ്ത്രീയാണ്. ആ കഥകളൊക്കെ കത്രീന പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നഗരത്തോട് അടുക്കുമ്പോൾ പുറത്ത് അപ്പാർട്ട്മെൻറ്റുകൾ, ധാരാളം അപ്പാർട്ട്മെൻറ്റുകൾ, റഷ്യയുടെ ഏത് ഭാഗത്ത് ഏത് പട്ടണത്തിൽ ചെന്നാലും അപ്പാർട്ട്മെൻറ്റുകളുടെ കോംപ്ലക്സുകൾ കാണാം. കമ്മ്യൂണുകൾ എന്ന് പറയപ്പെടുന്ന ഒന്നിച്ച് മനുഷ്യൻ വസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളുണ്ട്, അതല്ലാത്ത അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളുണ്ട്. ഗവൺമെൻറ് ഓരോ കുടുംബത്തിനും ഓരോ ഇത്തരം അപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചു കൊടുക്കുമായിരുന്നു. ഈ കത്രീനയ്ക്കും കുടുംബത്തിനും അങ്ങനെ ഒരു ഇത് കിട്ടി. കത്രീനയുടെ പേരൻസിനും അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. 500 സ്ക്വയർ ഫീറ്റാണ് അങ്ങനെ ഒരാൾക്ക് കിട്ടുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വലിപ്പം. 500 സ്ക്വയർ ഫീറ്റ്, അതായത് നമ്മളതിൻ്റെ നീളവും വീതിയും എടുത്തു കഴിഞ്ഞാൽ ഒരു 10 അടി വീതിയും 50 അടി നീളമുള്ള ഒരു ഏരിയ. അതിനകത്ത് 2 ചെറിയ ബെഡ്റൂമുകളുണ്ടാവും, ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ടാവും, ഒരു ചെറിയ കിച്ചൺ ഉണ്ടാവും. ഇത്രയും ഫെസിലിറ്റി ഉള്ളൂ. പിന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്പേസും. ഇതിനകത്ത് വേണം ഒരു കുടുംബം താമസിക്കാൻ. അത് എത്ര കുട്ടികളാണെങ്കിലും എത്ര അംഗങ്ങളാണെങ്കിലും. ചില കമ്മ്യൂണുകളിൽ കിച്ചൺ കോമൺ ആയിരിക്കും, പല കമ്മ്യൂണികളിലും ടോയ്ലറ്റും കോമൺ ആയിരിക്കും. കൂടുതൽ മിടുക്കന്മാർക്കും കൂടുതൽ ഭാഗ്യവാന്മാർക്കുമാണ് ടോയ്ലറ്റ് സ്വന്തമായിട്ട് കിച്ചണുള്ള അപ്പാർട്ട്മെൻറ്റുകൾ കിട്ടുക. ഇതായിരുന്നു സോവിയറ്റ് കാലത്തെ ഒരു ജീവിതം. അവർക്ക് എല്ലാം സ്റ്റേറ്റ് നിശ്ചയിച്ച് കൊടുക്കുന്നതായിരുന്നു. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനോ സ്വന്തമായി ഇഷ്ടമുള്ള രീതിയിൽ ആ വീടിനെ രൂപാന്തരപ്പെടുത്താനോ ഒന്നുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പം പട്ടണങ്ങളിലെ ജീവിതം ഇങ്ങനെയുള്ള ഗവൺമെൻറ് നൽകുന്ന 500 സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാർട്ട്മെൻറ്റ് വീടുകളിലായിരുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണുകളിലെ കോമൺ കിച്ചണുകൾ ഉപയോഗിച്ചുള്ള, അതായത് പല അപ്പാർട്ട്മെൻറ്റുകാർ ചേർന്നുള്ള കോമൺ കിച്ചൺ, അവിടെ കോമൺ ആയിട്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഈ പല അപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഭക്ഷണം ആയിട്ട് കഴിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജീവിതം, സോവിയറ്റ് കാലത്തെ ജീവിതത്തിൻ്റെ കഥകളൊക്കെ കത്രീന പറഞ്ഞുകൊണ്ടേയിരുന്നു. വീണ്ടും നഗരത്തോടടുത്ത് എത്തുമ്പോഴേക്കും പല ഭാഗത്തും കുറേയേറെ ഫാക്ടറി കെട്ടിടങ്ങൾ കാണാം. അത് പലതും പൂട്ടിപ്പോയതാണ്. പലതും നല്ല, മിക്കവാറും എല്ലാം പൂട്ടി ദ്രവിച്ച് തുടങ്ങിയ ഫാക്ടറികൾ. അപ്പോൾ കത്രീന ചോദിച്ചു, ഇതെന്താ ഈ ഫാക്ടറികളെല്ലാം റഷ്യയിലെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളിന്ന് കാണുന്നത് പൂട്ടിപ്പോയ ഫാക്ടറികളാണ്. പഴയ സോവിയറ്റ് രാജ്യങ്ങളിലൂടെ ഒക്കെ നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഇത് കാണാം. അപ്പോൾ കത്രീന പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇവിടെയൊക്കെ വലിയ തോതിൽ ഉൽപ്പാദനം നടക്കുമായിരുന്നു. അന്ന് ഈ സോവിയറ്റ് യൂണിയനിലെ അംഗരാഷ്ട്രങ്ങൾക്കും റഷ്യയ്ക്കും വേണ്ടിയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സോവിയറ്റ് യൂണിയനിലാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. അന്ന് ഒരു റേഷൻ സംവിധാനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സപ്ലൈ സംവിധാനത്തിലൂടെ ആയിരുന്നത് കൊണ്ട് എന്താ, ഏത് ഉൽപ്പന്നത്തിനും ആവശ്യക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ആളുകൾക്ക് അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ വാച്ച് ഉണ്ടാക്കുന്ന ഫാക്ടറി, അല്ലെങ്കിൽ പേന ഉണ്ടാക്കുന്ന ഫാക്ടറി, അതല്ലെങ്കിൽ ചെരുപ്പുണ്ടാക്കുന്ന ഫാക്ടറി, അതല്ലെങ്കിൽ ഏതു മനുഷ്യനാവശ്യമുള്ള ഉപകരണങ്ങൾ, നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതാവട്ടെ, ബാഗ് ഉണ്ടാക്കുന്നതാവട്ടെ, അലമാര ഉണ്ടാക്കുന്നതാവട്ടെ, ഏതും ഇതൊക്കെ അവിടെ ഒരു റേഷൻ പോലെ ഓരോ കുടുംബത്തിനും കൃത്യമായ അളവിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഗുണനിലവാരത്തെക്കുറിച്ചോ ആധുനികമായ നിലവാരത്തെക്കുറിച്ചോ ഒന്നും ആളുകൾക്ക് ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളില്ലായിരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ, നമ്മൾ 70കളിലും 80കളിലും ഒക്കെ 2 തരം വാഹനങ്ങളല്ലേ സഞ്ചാരത്തിന് ഉപയോഗിച്ചുള്ളൂ, യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഒന്നുണ്ടായിരുന്നത് ഒരു അംബാസഡർ കാറ് അല്ലെങ്കിൽ ഒരു ഫിയറ്റ് കാറ്, അതല്ലെങ്കിൽ പിന്നെയുള്ളത് മഹീന്ദ്രയുടെ ജീപ്പ്. ഈ 2 വാഹനം അല്ലാതെ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല 70കളിലും 80കളിലും. എന്നാൽ 90കളിൽ നമ്മളുടെ മൻമോഹൻ സിംഗിൻ്റെ ഭരണപരിഷ്കാരത്തിലൂടെ, നരസിംഹറാവുവിൻ്റെ കാലത്ത് ലോക വിപണി നമുക്കായി തുറന്നപ്പോൾ വിദേശ കാറുകൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു?
ഏറ്റവും ആധുനികമായ മോഡേൺ വിദേശ കാറുകളുടെ പുറകെ ആളുകൾ പോവുകയും അതുവരെ ഉണ്ടായിരുന്ന അംബാസഡറും ഫിയറ്റും ഒക്കെ പൂട്ടിപ്പോവുകയും ചെയ്തു. ഇതേ സംഭവം ഈ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലോകത്തിൻ്റെ വിപണിയിൽ നിന്ന് ഏറ്റവും ആധുനികമായ, ഏറ്റവും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഏറ്റവും ആധുനികമായ ഫെസിലിറ്റികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ റഷ്യക്കാർക്കോ ഈ സോവിയറ്റ് യൂണിയൻ്റെ അംഗരാഷ്ട്രങ്ങളുള്ള രാജ്യങ്ങൾക്കോ വേണ്ടാതായി. അതോടെ ആ കമ്പനികളെല്ലാം പൂട്ടിപ്പോയി. അവിടെ ജോലി ചെയ്തിരുന്നവരെല്ലാം തൊഴിൽരഹിതരായി. ആ ജോലി ചെയ്തിരുന്നവർക്ക് വർഷങ്ങളായി 10-70 വർഷമായിട്ട് അവിടുത്തെ ഒരു രീതി തന്നെ, അവരുടെ ഒരു ശൈലി തന്നെ ആ യാന്ത്രികമായ ജോലി ചെയ്യുന്നതിനപ്പുറം പുതിയൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാനോ പുതിയൊരു കാര്യം സ്വീകരിക്കാനോ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും പട്ടിണിയിലായി. ഇന്ന് പഴയ സോവിയറ്റ് രാജ്യങ്ങളിലൂടെ എവിടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ പ്രായമായവരോട് സംസാരിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അവരൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്, സോവിയറ്റ് കാലമായിരുന്നു നല്ലത്. എന്നാൽ ചെറുപ്പക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, അയ്യോ ആ കാലത്തെക്കുറിച്ച് മിണ്ടല്ലേ, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെന്ന്. അതിൻ്റെ കാരണം ഇതാണ്, കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറുള്ളവർ പുതിയ വെല്ലുവിളികളെ സ്വീകരിച്ച് കാലത്തിനനുസരിച്ച് മാറി. എന്നാൽ പഴയ സോവിയറ്റ് സിസ്റ്റത്തിൽ ആ പണി മാത്രം അറിയുന്ന, മറ്റൊന്നും ചെയ്യാൻ അറിയാതിരുന്നവർക്ക് സോവിയറ്റ് സംരക്ഷണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞപ്പം ജീവിതം ദുരിതപൂർണ്ണമായി. ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ പട്ടിണിയിലായി, പ്രതിസന്ധിയിലായി. ഈ രണ്ട് പ്രശ്നങ്ങൾ ഇന്നും റഷ്യയും മറ്റ് പഴയ സോവിയറ്റ് രാഷ്ട്രങ്ങളിൽപ്പെടുന്ന തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ എങ്ങനെ ഉൾപ്പെടുന്ന പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. ചില രാജ്യങ്ങൾ എന്നാൽ പുതിയ കാലത്തിനനുസരിച്ച് ആളുകളെ മാറ്റിയെടുത്തിട്ടുമുണ്ട്. റഷ്യയുടെ ഉൾനാടുകളിലൊക്കെ ഇപ്പോഴും ഈ പ്രതിസന്ധിയിലായ പഴയ തലമുറയെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലയിടത്ത് തെർമൽ സ്റ്റേഷനുകൾ കാണാം. കൂറ്റൻ തെർമൽ സ്റ്റേഷനുകൾ, ആകാശത്തേക്ക് വലിയ 5-6 പുഴക്കുഴലുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സ്റ്റേഷനുകൾ. അതെന്താണെന്ന് നിങ്ങൾക്ക് അത്രീന പറഞ്ഞു തന്നു. അവിടെ വെള്ളത്തെ തിളപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയാണ്. താപവൈദ്യുതി നിലയങ്ങളാണ്. അത് രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന്, വൈദ്യുതി ഉണ്ടാക്കുന്നു. കൽക്കരിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൽക്കരിയുള്ള ഉൾനാടുകളിൽ നിന്ന് ട്രെയിനിൽ കൽക്കരി കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ച് തെർമൽ പവറാക്കി വൈദ്യുതി ഉണ്ടാക്കുന്നു. കൂടാതെ ആ തിളച്ച വെള്ളത്തെ പൈപ്പുകളിലൂടെ നഗരത്തിലെ വീടുകളിലേക്ക് എത്തിക്കും. ഈ വീടിനകം ചൂടാക്കാൻ ഈ പൈപ്പിലൂടെ ചെല്ലുന്ന വെള്ളത്തെയാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം വീടിനകത്തുള്ള ഹീറ്റിംഗ് സംവിധാനത്തെ ചൂടാക്കി ഇങ്ങനെ ഓരോ വീട്ടിലേക്കും ഹീറ്റിങ്ങിനുള്ള ചൂടുവെള്ളം എത്തിക്കുന്നത്. അത് ഇൻസുലേറ്റ് ചെയ്ത പൈപ്പിലൂടെ ഇങ്ങനെ പോകുന്ന കാണാം റോഡ് സൈഡിൽ കൂടെ ഈ തിളച്ച വെള്ളം ഈ തെർമൽ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെയാണ് എല്ലാ നഗരങ്ങളിലും. ഓരോ നഗരത്തിലും ഇത്തരത്തിലുള്ള നിരവധി പവർ സ്റ്റേഷനുകൾ കാണാം. വൈദ്യുതിയും വീട് ചൂടാക്കലും. നമുക്കതൊക്കെ അന്യമാണ്. കാരണം വീട് ചൂടാക്കുക എന്ന് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. വീട് തണുപ്പിക്കലാണ് നമ്മുടെ അകപ്പെടൽ ആവശ്യം. അവിടെ അതല്ല. ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ വലിയൊരു ശതമാനവും തണുപ്പിലാകുന്ന ഒരു രാജ്യത്ത് വീട് ചൂടാക്കിയില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാവും. അപ്പോൾ അത്തരം ഒരു പ്രശ്നമാണ് അവർ നേരിടുന്നത്. അങ്ങനെ ആ തെർമൽ സ്റ്റേഷനുകളൊക്കെ പിന്നിട്ട് നമ്മൾ നഗരത്തിലേക്ക് അടുക്കുകയാണ്. നഗരത്തിലേക്ക് അടുക്കുമ്പോൾ പല ചെറിയ പട്ടണങ്ങളോ പട്ടണഭാഗങ്ങളോ കടന്ന് നമ്മൾ പോകുന്നത്. എല്ലാ നഗരത്തിലേക്കും ചെല്ലുമ്പോൾ, അത് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പരിസരത്തും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ മാത്രമല്ല, റഷ്യയിലും പഴയ സോവിയറ്റ് നാടുകളിൽ എവിടെയും സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഏത് നഗരത്തിലും ഒരു വേൾഡ് വാർ മോണ്യുമെൻ്റ് ഉണ്ടാവും. അത് ചെറിയൊരു മോണ്യുമെൻ്റ്, ചുമ്മാ ഒരു സ്തംഭം നാട്ടി വെച്ചിട്ട് എല്ലാവരും വിസ്മരിച്ച് പോവുകയല്ല ചെയ്യുന്നത്. 1 ഏക്കർ സ്ഥലത്തെങ്കിലും അതിഗംഭീരമായ ആകാശം മുട്ടുന്നൊരു ശില്പവും അതിന് ചുവട്ടിൽ ഇന്നും ആളുകൾ കൊണ്ടുപോയി ബൊക്കെ പുഷ്പചക്രങ്ങൾ സമർപ്പിക്കുകയും കെടാത്തൊരു ദീപനാളം കത്തുകയും ചെയ്യുന്നൊരു സ്മാരകം ഇവിടെ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കും, വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, എന്നിട്ടും ഇന്നും എന്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും അത് സ്മരിക്കുന്നു? നമുക്ക് മനസ്സിലാവാത്ത, നമ്മൾ അനുഭവിക്കാത്ത വലിയ ദുരിതത്തിലൂടെ അവർ കടന്നുപോയത്. വേൾഡ് വാർ 2 രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യവുമായി ഉണ്ടായ ആ യുദ്ധത്തിൽ റഷ്യയിൽ ഏതാണ്ട് 3 കോടി ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 1 കോടി സൈനികരും 2 കോടി സാധാരണക്കാരും കർഷക തൊഴിലാളികളും ഫാക്ടറി തൊഴിലാളികളും ഒക്കെ ആയ മനുഷ്യരും കൊല്ലപ്പെട്ടു. ജർമ്മനി അധിനിവേശിച്ച പ്രദേശങ്ങളിൽ പല ഗ്രാമങ്ങളും കൂട്ടക്കൊല അവർ നടത്തി, കൊന്നൊടുക്കി, ഗ്രാമങ്ങൾ ഭസ്മമാക്കി, സൈനികരെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 4-5 വർഷം അനുഭവിച്ച അതിഭീകരമായ യാതന അവർ തീർന്നു എന്ന് തന്നെ കരുതി. സോവിയറ്റ് യൂണിയനെ അന്ന് ജർമ്മനി കീഴടക്കിയിരുന്നെങ്കിൽ, മോസ്കോ പിടിച്ചടക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ റഷ്യ പോലും ഉണ്ടാകുമായിരുന്നില്ല. ഹിറ്റ്ലർ സ്വപ്നം കണ്ട ഒരു ജർമ്മൻ സാമ്രാജ്യം മാത്രമായി യൂറോപ്പ് മാറുമായിരുന്നു. എന്നാൽ ചരിത്രത്തിൻ്റെ ഗതി മറ്റൊന്നായി, വിധി മറ്റൊരു കളി കളിച്ചു. ജർമ്മൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഭീകരമായ അതിശൈത്യം ആ ദിവസങ്ങളിൽ മോസ്കോയിലും അല്ലെങ്കിൽ പടിഞ്ഞാറൻ റഷ്യയിലും പിടിമുറുക്കി. ജർമ്മൻ സൈന്യത്തിൻ്റെ ആയുധങ്ങൾ നിഷ്പ്രഭമായിപ്പോയി. -40-50 ഡിഗ്രി വരെ താഴുന്ന കാലാവസ്ഥയിൽ, മഞ്ഞുവീഴ്ചയിൽ അവരുടെ സപ്ലൈ ചെയിൻ ആകെ നിന്നുപോയി.
ആയുധങ്ങളും ഭക്ഷണങ്ങളും ജർമ്മൻ സൈന്യത്തിന് വരുന്ന ആ പാതകൾ വരെ മഞ്ഞ് വീണ് മൂടിപ്പോയി. ഇവരുടെ ആയുധങ്ങൾ നിശ്ചലമായിപ്പോയി. ഇവരുടെ ടാങ്കുകൾ, ഇവരുടെ കവചിത വാഹനങ്ങൾ പ്രവർത്തിക്കാതായി. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ജർമ്മനിക്ക് തോറ്റോടേണ്ടി വന്നു. അവിടെ നിന്ന് പരാജയത്തിൻ്റെ അഗാധതയിൽ നിന്ന് റഷ്യ പയ്യെ കഷ്ടിച്ച് പിടിച്ചു കയറി രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു. അങ്ങനെയാണ് പിന്നീട് റഷ്യയും സോവിയറ്റ് യൂണിയനും നിലനിന്നത്. അത് സത്യത്തിൽ മരണത്തിൻ്റെ വക്കിലെത്തി മരിച്ചു എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ജീവിതത്തെ ഒന്ന് ആഘോഷിക്കല്ലേ. ആ ആഘോഷം, അതിൽ കൊല്ലപ്പെട്ട 3 കോടി മനുഷ്യരെന്ന് പറയുമ്പോൾ ഓരോ ഗ്രാമത്തിലും കൊല്ലപ്പെട്ടവരുണ്ട്. ഓരോ കുടുംബത്തിലും 2-3 പേരെങ്കിലും വെച്ച് മരിച്ചിട്ടുണ്ട്. ഈ 3 കോടി ജനമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയ്ക്ക് തുല്യമാണെന്ന് ഓർക്കണം. ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനവും കൊല്ലപ്പെടുന്ന ഒരു ദിവസത്തേക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. എത്ര വലിയൊരു ദുരന്തമാണെന്ന്. റഷ്യക്ക് ഭൂമി വിസ്തൃതി വലുതുണ്ടെങ്കിലും കേരളത്തേക്കാൾ കുറച്ച് കൂടുതൽ കോടി ജനങ്ങളേ ഉള്ളൂ റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് മൊത്തം നിങ്ങൾ മനസ്സിലാക്കണം. അതിലാണ് ഈ പഴയ സോവിയറ്റ് യൂണിയനിൽ ഏതാണ്ട് 3 കോടിയോളം ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ ഓരോ വീട്ടിലും 1-2 പേര് കൊല്ലപ്പെട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തെ ആ ഗ്രാമീണർ സ്മരിക്കാതിരിക്കുമോ? അവർക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കാതിരിക്കുമോ? അവർക്ക് വേണ്ടി തിരി കത്തിക്കാതിരിക്കുമോ? ഇന്നും അത് ഓർക്കാതിരിക്കുമോ? നമ്മൾ യുദ്ധം എന്തെന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പത്രം വായിച്ച് ചാനൽ ചർച്ച നടത്തുന്നവരാണ് നമ്മൾ. മറ്റേത് അനുഭവിച്ചവരാണ്. യാതനയുടെ കാണാക്കയങ്ങളിൽ മുങ്ങി താഴ്ന്നവരാണ്. ജീവൻ തിരിച്ചു കിട്ടിയത് എന്തോ ഭാഗ്യമെന്ന് കരുതി ഇന്നും ജീവിക്കുന്നവരാണ്. ആ തലമുറയിലുള്ളവരെ ഇന്നും നമുക്ക് ചിലപ്പോൾ കണ്ടുമുട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെത്തുന്നു. നമ്മൾ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മോസ്കോസ്കി റെയിൽവേ സ്റ്റേഷൻ, അതായത് മോസ്കോയിലേക്ക് ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷൻ. എല്ലാവരും ഇറങ്ങി ലഗേജൊക്കെ എടുത്തു. സ്റ്റേഷനിലേക്ക് കുറച്ച് ദൂരം നടക്കണം. വേറൊരു ഭാഗത്തെ ബസ് നിർത്താൻ പറ്റുള്ളൂ. സ്റ്റേഷനിൽ ചെല്ലുന്നു. സുരക്ഷാ പരിശോധനകളുണ്ട്. കർശനമായ സുരക്ഷാ പരിശോധനയാണ് വിമാനത്താവളത്തിലെ പോലെ. കയറി ചെല്ലുന്നു. നമ്മൾ പോകുന്നത് സപ്സാൻ എന്ന് പറയുന്ന ഒരു ട്രെയിനാണ്. സപ്സാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഹൈസ്പീഡ് ട്രെയിനാണ്, സാധാരണ ട്രെയിനല്ല. ഇതിൽ മോസ്കോയിലേക്ക് ഒരു 700 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മളൊരു 3.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. ഏതാണ്ട് 200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന, 200-ന് മുകളിൽ പോകും, ചിലപ്പോൾ 200-ൽ ഇത്തിരി കുറയും, ശരാശരി 200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ഹൈസ്പീഡ് ട്രെയിനാണ്. ഇതിലാണ് പോകുന്നത്. അത്തരത്തിലുള്ള 20 ട്രെയിനുകളുണ്ട് ഈ ഒരു ഒറ്റ റൂട്ടിൽ. അത് ആവശ്യാനുസരണം എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ അവർ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 7ാം നമ്പർ കോച്ചാണ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. നമ്മളതിലേക്ക് ചെന്ന് കയറുന്നു. കയറി ചെല്ലുന്നിടത്ത് തന്നെ ലഗേജൊക്കെ വെക്കാനുള്ള റാക്കുണ്ട്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ, കുറച്ചുകൂടെ പെർഫെക്ഷനുള്ള, കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു വേർഷൻ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോച്ചിൽ തന്നെയാണ് സീറ്റ്. അവിടെ ഇരിക്കുന്നു. പുറത്ത് ജാലകത്തിൻ്റെ അടുത്ത് കത്രീന വന്ന് നിന്ന് വണ്ടി പുറപ്പെടുന്നിടം വരെ ഞങ്ങളെ കണ്ടു നിന്നു. വണ്ടി പുറപ്പെടുമ്പോഴേക്കും കൈവീശി യാത്രയാക്കി. ഞങ്ങൾ കത്രീനയെ അവിടെ ആക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് മോസ്കോയിലേക്ക്. അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ മറ്റൊരാൾ കാത്തു നിൽക്കുന്നുണ്ടാവും. റഷ്യയുടെ ഉൾനാടുകൾ കണ്ടുകൊണ്ടാണ് യാത്ര. 3 മണി 3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല കാലാവസ്ഥയാണ്. കാഴ്ചകൾ, ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരിക്കുന്നു. ഏതായാലും ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് കുറേ നേരം പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടങ്ങനെ ഇരുന്ന് തിരിഞ്ഞ് പിന്നെ നാം നോക്കുമ്പോൾ നമ്മുടെ കോച്ചിൽ പലരെയും കാണുന്നില്ല. ആരുമില്ല അവിടെ. കുറച്ച് അവരവരൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എവിടെ പോയി ബാക്കിയുള്ളവരൊക്കെ? പറഞ്ഞാൽ അവർ പാൻട്രിയിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ഈ പാൻട്രി ഇതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് അറിയുന്നത്. ഞാനും ക്യാമറയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ രസം എന്നറിയോ, ഈ പാൻട്രിയിൽ മൊത്തം നമ്മുടെ ആളുകളേ ഉള്ളൂ. സംഭവം എന്താ അറിയോ, അവിടെ ഈ ദീർഘമായ യാത്രയാണല്ലോ, രാവിലെ നല്ല അധ്വാനമായിരുന്നല്ലോ, വെടിവെപ്പ്, യുദ്ധം ഒക്കെ ആയിരുന്നല്ലോ. അടുത്ത യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. വോഡ്കയുമായുള്ള യുദ്ധമാണ്. ഏതായാലും ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അതോടെ അവർക്കും വലിയ ആശ്വാസമായി. ട്രെയിൻ അങ്ങനെ അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതിവേഗം വോഡ്ക തീർന്നുകൊണ്ടിരിക്കുന്നു. വോഡ്ക ട്രെയിന് വോഡ്ക. ഏതാണ്ട് 7 മണിയായപ്പോഴത്തേക്കും മോസ്കോയിലെ ലെനിൻഗ്രാഡ്സ്കി സ്റ്റേഷൻ, അതായത് ലെനിൻഗ്രാഡിൽ നിന്ന് വരുന്ന, ലെനിൻഗ്രാഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ പഴയ പേരാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ലെനിൻഗ്രാഡ് എന്നായിരുന്നു എൻ്റെ പേര്. ലെനിൻഗ്രാഡ്സ്കി സ്റ്റേഷനിൽ വണ്ടി പോയി നിൽക്കുന്നു. ഞങ്ങൾ ലഗേജൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ബാനറുമായി അല്ലെങ്കിൽ ഫ്ലാഗുമായിട്ട് ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ പുറത്തേക്ക് നടക്കുന്നു. സന്ധ്യയായിരിക്കുന്നു. ഇനി അടുത്ത 2-3 ദിവസം മോസ്കോയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഞാൻ മൈക്കെടുത്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. കാരണം അടുത്ത 2-3 ദിവസം നിങ്ങൾ ഈ ഗൈഡിനൊപ്പം നമ്മുടെ സഞ്ചാരത്തിൻ്റെ സ്വന്തം ടൂർ മാനേജർക്കൊപ്പം മോസ്കോയെ ആസ്വദിക്കുക. അത് കഴിഞ്ഞ് നല്ല സ്മരണകളുമായിട്ട് തിരിച്ചു വരിക. എനിക്ക് മടങ്ങേണ്ട സമയമായിരിക്കുന്നു. കാരണം 4-5 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്കറിയാം, എനിക്ക് നാട്ടിൽ നിന്ന്, നമ്മുടെ ചാനലിൽ നിന്ന്, നമ്മുടെ സംരംഭങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എൻ്റെ ഏത് യാത്രയും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ 12-13 ദിവസത്തെ യാത്രയിൽ കുറച്ച് ദിവസം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഒരു വിടവാങ്ങൽ പ്രഭാഷണമൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ മുന്നിൽ പോയി ഇറങ്ങുന്നു. ഞാൻ ലഗേജുമായി ഒരു ടാക്സി വിളിച്ച്
ദൊമോദോവോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി. അവിടുന്ന് രാത്രി പുലർച്ചെയുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.